നമസ്കാരം. കേരളത്തിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികൾ ഒന്നായ സ്ത്രീ സുരക്ഷാ പദ്ധതിയെയും കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള ധനസഹായ വാർത്തകളെയും കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പങ്കുവയ്ക്കുന്നത്. സമീപ ദിവസങ്ങളിൽ ഈ രണ്ട് വിഷയങ്ങളും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങളും നിലവിലെ സാഹചര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി മാറിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ നിലവിലെ അവസ്ഥ, ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, അപേക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, സഹായധന വിതരണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, വിവിധ ഭാഗങ്ങൾക്കുള്ള ആനുകൂല്യം എന്നിവയെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള 1000 രൂപ ധനസഹായവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വിവരങ്ങളുടെ യാഥാർത്ഥ്യവും നിലവിലുള്ള വിദ്യാഭ്യാസ സഹായ പദ്ധതികളും വിശദമായിട്ട് പരിശോധിക്കുന്നതാണ്. അതിനാൽ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ ഓരോ ഭാഗത്തിലും ഗുണഭോക്താക്കൾക്കും വിദ്യാർത്ഥിനികൾക്കും രക്ഷിതാക്കൾക്കും ഉപകാരപ്പെടുന്ന പ്രധാന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി സ്ത്രീ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് നോക്കാം. കേരള സർക്കാർ ആരംഭിച്ച സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ഏറ്റവും പുതിയ പദ്ധതികൾ ഒന്നാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിൽരഹിത സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും അടിസ്ഥാന സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയിലൂടെ അർഹരായവർക്ക് പ്രതിമാസം 1000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭിക്കുന്ന രീതിയിലാണ് സഹായം നൽകുന്നത്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള തൊഴിൽരഹിത സ്ത്രീകൾക്കാണ് പ്രധാനമായും ഈ പദ്ധതി അപേക്ഷിക്കാനാവുക. കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. മഞ്ഞ റേഷൻ കാർഡ്, പിങ്ക് റേഷൻ കാർഡോ ഉള്ള കുടുംബത്തിൽ ഉൾപ്പെട്ടവർക്കാണ് മുൻഗണന ലഭിക്കുന്നത്. ഇതിനൊപ്പം തന്നെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, മറ്റ് ക്ഷേമനിധി പെൻഷൻ, കുടുംബ പെൻഷൻ, സർവീസ് പെൻഷൻ തുടങ്ങിയ മറ്റ് പെൻഷനുകൾ ലഭിക്കാത്തവർക്കാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അർഹത ഉണ്ടായിരിക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നില്ല, പദ്ധതി നിർത്തലാക്കിയോ എന്നതാണ്. ഇതുവരെ സർക്കാർ ഭാഗത്ത് നിന്ന് പദ്ധതി അവസാനിപ്പിച്ചതായി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. മറിച്ച് അപേക്ഷകൾ സ്വീകരിക്കുന്ന സംവിധാനവും പരിശോധനാ നടപടികളും തുടരുന്നുവെന്നാണ് ലഭ്യമായ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ചില ഗുണഭോക്താക്കൾക്ക് തുക ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിലും പദ്ധതി അവസാനിപ്പിച്ചുവെന്ന ഔദ്യോഗിക ഉത്തരവ് നിലവിലില്ല. അപേക്ഷ സമർപ്പിച്ച പലർക്കും സ്റ്റാറ്റസ് സംബന്ധിച്ച ആശങ്കയുണ്ട്. അപേക്ഷ സമർപ്പിച്ച ശേഷം സ്മാർട്ട് പോർട്ടലിൽ സ്റ്റാറ്റസ് പരിശോധിക്കാം. അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സബ്മിറ്റഡ് എന്ന രീതിയിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ റിട്ടേൺ എന്ന രീതിയിലും കാണിച്ചേക്കാം. അതിനാൽ അപേക്ഷ നൽകിയവർ ഇടയ്ക്കിടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ ലഭിക്കുമെന്ന പ്രചാരണത്തെക്കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചില യൂട്യൂബ് ചാനലുകളിലൂടെയും കോളേജിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും 1000 രൂപ വീതം സർക്കാർ നൽകുമെന്ന വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ കേരള സർക്കാർ എല്ലാ കോളേജ് വിദ്യാർത്ഥിനികൾക്കും പൊതുവായി പ്രതിമാസം 1000 രൂപ നൽകുമെന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന ഔദ്യോഗിക രേഖ ലഭ്യമല്ല. ചില പ്രത്യേക സ്കോളർഷിപ്പ് പദ്ധതികൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള വിദ്യാഭ്യാസ സഹായങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായങ്ങൾ, വിവിധ ക്ഷേമ ബോർഡുകളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എന്നിവ നിലവിലുണ്ട്. എന്നാൽ സംസ്ഥാനത്തെ എല്ലാ കോളേജ് വിദ്യാർത്ഥിനികൾക്കും ഒരുപോലെ ലഭിക്കുന്ന പ്രതിമാസം 1000 രൂപ പദ്ധതി നിലവിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്തെന്നാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റുകളിലോ സർക്കാർ ഉത്തരവുകളിലോ സ്ഥിരീകരണം ലഭ്യമാണോ എന്ന് പരിശോധിക്കണം. പലപ്പോഴും പഴയ പദ്ധതികളുടെ വിവരങ്ങൾ പുതിയ പദ്ധതികളെ അവതരിപ്പിക്കാറുണ്ട്. ഇത് അനാവശ്യ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതി ആരംഭിച്ചതിന്റെ പ്രധാന ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ചെറിയ തോതിലുള്ള സാമ്പത്തിക സുരക്ഷ നൽകുക എന്നതാണ്. കുടുംബ വരുമാനം കുറഞ്ഞവർക്കും തൊഴിലവസരങ്ങൾ ലഭിക്കാത്തവർക്കും ഈ സഹായം ഏറെ ഉപകാരപ്രദമാണ്. പ്രതിമാസം ലഭിക്കുന്ന തുക വലുതല്ലെങ്കിലും ദൈനംദിന ചെലവുകൾ നിറവേറ്റാൻ സഹായകരമാകുന്നു. ഭാവിയിൽ ഈ പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കുമോ, കൂടുതൽ ഭാഗങ്ങളെ ഉൾപ്പെടുത്തുമോ, അപേക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ നയപരമായ തീരുമാനങ്ങളിലൂടെ മാത്രമേ വ്യക്തമാക്കൂ. നിലവിൽ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് പ്രതിമാസം 1000 രൂപയാണ് പദ്ധതിയുടെ ധനസഹായം. അതിനാൽ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അപേക്ഷിക്കാൻ അർഹതയുള്ളവർ ഔദ്യോഗിക മാർഗങ്ങൾ മാത്രം ഉപയോഗിച്ച് അപേക്ഷ നൽകുക. അനൌദ്യോഗിക ഏജന്റുമാരെയോ പണം വാങ്ങി അപേക്ഷ ചെയ്യാമെന്ന് പറയുന്ന വ്യക്തികളെയോ വിശ്വസിക്കരുത്. അപേക്ഷ നടപടികൾ സർക്കാർ നിർദ്ദേശിച്ച സംവിധാനങ്ങളിലൂടെയാണ് പൂർത്തിയാക്കേണ്ടത്. ഇതുവരെ സ്ത്രീ സുരക്ഷാ പദ്ധതിയും കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള 1000 രൂപ സഹായവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വിവരങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചത്.
വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, അവർക്ക് ഉപകാരപ്പെടും. നെക്സ്റ്റ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.